ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ്. യൂദിത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തെ ആസ്പദമാക്കി ദൈവകരുണ പ്രാപിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. യൂദിത്ത് 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം: അങ്ങയുടെ ഭക്തരോട് അങ്ങ് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. ദൈവത്തോട് ഭക്തിയുള്ളവരോട് ദൈവം കരുണ കാണിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ കരുണ തുടർച്ചയായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ദൈവകരുണയ്ക്ക് നമ്മെ യോഗ്യരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക. എന്താണ് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക എന്നതിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ലഭിക്കുന്ന വലിയൊരു സമ്പത്താണ് ദൈവഭക്തി. യെശയ്യായുടെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. യെശയ്യ 33-ന്റെ 6-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, ദൈവം നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. ദൈവം നൽകുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ദൈവഭക്തി. ഇന്ന് സമ്പത്ത് എന്ന് പറയുമ്പോൾ ചിലർക്ക് ലൗകിക സമ്പത്തിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. എനിക്ക് ആവശ്യത്തിലേറെ പണമുണ്ടാകണം, ഈ ലോകത്ത് സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് പേരും പ്രശസ്തിയും എല്ലാം അതോടൊപ്പം വരും, അതുകൊണ്ട് പണമുണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ വേണമെങ്കിൽ ദൈവത്തെ മറന്നുപോലും ജീവിക്കാം. പള്ളിപ്പാൻ സമയമില്ല, വേണമെങ്കിൽ മറ്റു പല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ മുമ്പിൽ വന്നിട്ട് അതൊന്നും ചെയ്യാതെ കണ്ട് ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരവസ്ഥ. അത് യഥാർത്ഥ സമ്പത്ത് അറിയാത്തവർക്കാണ് അങ്ങനെ ജീവിക്കേണ്ടി വരിക. അതുകൊണ്ടാണ് യെശയ്യാ 33-ന്റെ 6-ൽ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവം നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. സുഭാഷിതങ്ങൾ 8:13 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവഭക്തിയാണോന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കുനിഞ്ഞു നടക്കുന്നത് കൊണ്ട് ദൈവഭക്തി ആകണമെന്നില്ല. യഥാർത്ഥത്തിൽ ദൈവഭക്തി എന്താണ്, എപ്പോഴാണ് നമ്മൾ ഭക്തരായി തീരുന്നത്, കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് നമുക്കെടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് സുഭാഷിതങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 8:13 നമ്മെ പഠിപ്പിക്കുന്നു, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എത്ര കൈകൂപ്പി നിന്നാലും കൈകൂപ്പി പ്രാർത്ഥിച്ചാലും തിന്മയെ വെറുക്കുന്നില്ല. തിന്മയെ സ്നേഹിച്ച് പാപസുഖത്തെ സ്നേഹിച്ച് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ ബോഡി പോസ്ചർ കൊണ്ട് നമ്മൾ ദൈവഭക്തരാകില്ലെന്ന്. അതാണ് വചനം പറയുക, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അതിനുശേഷം 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ വെറുത്തുപേക്ഷിക്കുന്നവരാണ് ശരിക്കും ദൈവഭക്തരാകുന്നത്. 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് അഹങ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഹങ്കാരം വെടിയാതെ കണ്ട് നമ്മൾ എത്ര ഭക്താഭ്യാസങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അത് ദൈവത്തിന് പ്രീതികരമാകണമെന്നില്ല. അഹംഭാവം, ഗർവ്, അത് നമ്മുടെ നോട്ടത്തിൽ പോലും നമ്മൾ പ്രകടമാക്കിയെന്ന് പറയും. ഗർവ് കലർന്ന കണ്ണിനെ കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം ഇവ വെറുത്തുപേക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ദൈവഭക്തരെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ സമ്പന്നരാകാൻ, അത് യഥാർത്ഥത്തിൽ സമ്പന്നരാകാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലൗകിക സമ്പത്ത് മാത്രമാണ് സമ്പത്തായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരല്ല. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന, വചനം നമുക്ക് നൽകുന്ന
വിലപിടിപ്പുള്ള പല സത്യങ്ങളും നമുക്ക് ഇപ്പോഴും അജ്ഞാതമാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായി വരും. നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ ഈ ഒരു കാര്യം മനസ്സിലാക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്പത്തിനെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സമ്പത്ത് കൈവരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. സുഭാഷിതങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം: എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സമ്പന്നരാക്കി, അവരുടെ ഭണ്ഡാരം ഞാൻ നിറയ്ക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സമ്പന്നരാക്കും. നമ്മൾ കുറെ പണം സമ്പാദിച്ചുകൊണ്ട് നമ്മൾ സമ്പന്നരാകുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മെ സമ്പന്നരാക്കും. അതാണ് ഇവിടെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. അവരുടെ ഭണ്ഡാരം ഞാൻ തന്നെ നിറയ്ക്കുന്നു എന്നാണ് ദൈവം ഏറ്റു പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വചനം എടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സമ്പന്നരാവുക. ഈ വചനഭാഗം പറയാണ്, നീ പറയുന്നു നീ സമ്പന്നനാണെന്ന്, പക്ഷേ നീ സമ്പന്നനല്ല, നീ ദരിദ്രനാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, സമ്പന്നനാകേണ്ടതിന് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നിൽ നിന്നെടുക്കണം. പ്രിയപ്പെട്ടവർ, നമുക്ക് വിദേശത്ത് പോകാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയാൽ പോരാ, അതിൻ്റെ തടസ്സമൊന്ന് മാറി കിട്ടിയാൽ പോരാ, ഒരു രോഗം സുഖപ്പെട്ടാൽ പോരാ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ വാങ്ങണം. ദൈവിക സമ്പത്ത് നമ്മൾ ദൈവത്തിൽ നിന്നും ഏറ്റെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സമ്പന്നരാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇതാണ് കൊളോസസ് 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കൊളോസസ് 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മൾ കാണേണ്ടത് എന്തിനെയാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി ഒളിഞ്ഞു കിടക്കുന്നത് യേശുക്രിസ്തുവിലാണ്. ഈ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ സ്വന്തമാക്കി യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഈ സമ്പത്ത് നമുക്ക് കൈവരിക. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി ഒളിഞ്ഞു കിടക്കുന്നത് യേശുക്രിസ്തുവിലാണ്. ആത്മീയ സമ്പത്തിനോട് തുലനം ചെയ്യുമ്പോൾ ലൗകിക സമ്പത്ത് എത്ര നിസ്സാരം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ഈ ആത്മീയ സമ്പത്ത് കഴിഞ്ഞാൽ വലിയ സമ്പത്തായിട്ട് കാണേണ്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ തൊട്ട് താഴെയായി വരുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഹൃദയാനന്ദം, ആനന്ദമുള്ള ഹൃദയം. സുഭാഷിതങ്ങൾ 23-15 വായിച്ചാൽ അങ്ങനെ ഒരു ഹൃദയമുള്ളവരെ കാണുന്നത് ദൈവത്തിന് ആനന്ദമാണ്. ഹൃദയാനന്ദം. പ്രഭാഷകൻ 30-ാം അധ്യായം 16-ാമത്തെ വചനം പറയാണ്, ഹൃദയാനന്ദം പോലെ വിലപ്പെട്ട വിലയുള്ള ഒരു സമ്പത്തില്ല, അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. ഹൃദയാനന്ദം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ചില ആത്മീയ ദാനങ്ങൾ ലൗകിക സമ്പത്തിനേക്കാളൊക്കെ ഒരുപാട് വിലമതിക്കപ്പെടേണ്ടതാണ്. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ ശിമയോൻ എന്ന പേരുള്ളൊരു മാന്ത്രികൻ പത്രോസിൻ്റെ ആത്മീയ ദാനങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടു. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആത്മീയ ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശിമയോൻ വന്നിട്ട് പറയുന്നത്, ഞാൻ നിനക്ക് പണം തരാം, എനിക്ക് ഈ ആത്മീയ ദാനങ്ങൾ നൽകാവോ? ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ ഈ ആത്മീയ ദാനങ്ങൾ എനിക്ക് നൽകാമോ? പത്രോസ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ആത്മീയ ദാനങ്ങൾ പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല, നിന്റെ ഹൃദയം ദുഷിച്ച ഹൃദയമാണ്. പറയുണ്ട്, നിന്റെ ദുഷിച്ച ഹൃദയം മൂലം നീ ശിക്ഷിക്കപ്പെടും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പറയുണ്ട്, ആനന്ദമുള്ളൊരു ഹൃദയം, ആത്മീയ ദാനങ്ങൾ, ഇവയ്ക്കെല്ലാം നമ്മൾ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു സമ്പത്തായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്
നല്ല സുഹൃത്തുക്കൾ, ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, നല്ല സൗഹൃദം പുലർത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഏറ്റവും നല്ല ഒരു വ്യക്തി സൗഹൃദം പുലർത്താൻ യേശുക്രിസ്തു തന്നെയാണ്. യോഹന്നാൻ 15 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വേലക്കാരെന്നൊന്നുമല്ല, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എൻ്റെ സുഹൃത്ത് എന്നാണ്. ഐ കോൾ യു മൈ ഫ്രണ്ട്. പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നവർ, ഇത്രയും വിലപിടിപ്പുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം ദൈവത്തിലേക്ക് നമ്മൾ തിരിയുക, യേശുവുമായിട്ട് സൗഹൃദം പുലർത്തുക എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, മറ്റൊരു സമ്പത്തായിട്ട് കാണേണ്ടത് ലൗകിക സമ്പത്തിനേക്കാളൊക്കെ വിലപ്പെട്ടതാണ് സൽപ്പേര്. സുഭാഷിതങ്ങൾ 22 ഒന്നാമത്തെ വചനം എടുത്താൽ, സൽകീർത്തി അളവറ്റ സമ്പത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണ്. അതുപോലെ തന്നെ പ്രഭാഷകൻ 30:15 നമ്മൾ കാണുന്നുണ്ട്, ആരോഗ്യം ഒരുപാട് സമ്പത്തിനേക്കാൾ വിലപിടിപ്പുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് സമ്പന്നരായി ജീവിക്കാൻ എളുപ്പമാകും. ഇനി ദൈവഭക്തിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം തന്നെ നമ്മെ സമ്പന്നരാക്കും, നമ്മുടെ ഭണ്ഡാരം നിറയ്ക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇവിടെ പ്രത്യേക നിയോഗത്തെ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നിങ്ങൾക്ക് വേണ്ടിയോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ നിങ്ങൾ ഒരു പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ചോദിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ ലഭിക്കുക തന്നെ ചെയ്യും. ആ വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കരുണ സ്വീകരിക്കുവാനും കരുണ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ജീവിക്കുവാനും വേണ്ട അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.